Good morning, my dear students and friends. I am Rajin TM, lecturer, Department of Mechanical Engineering, Majlis Polytechnic College. All are welcome to my online video session. In this video, I will discussing about Module 4, Fluid Mechanics and Pneumatics. In Module 4, there are 4 lessons that are pneumatic system, pneumatic control elements and components, pneumatic circuits, and the last one is hydro-pneumatic system. നമുക്കറിയാം നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈഡ്രോളിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. എന്താണ് ഹൈഡ്രോളിക് സിസ്റ്റം, എങ്ങനെയാണ് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എന്തെല്ലാം കോമ്പണൻസുകളാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. എന്നാൽ മൊഡ്യൂൾ 4-ൽ എന്താണ് ന്യൂമാറ്റിക് സിസ്റ്റം, ന്യൂമാറ്റിക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ഉണ്ടാവേണ്ട കോമ്പണൻസുകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. Then chapter 1 pneumatic system. നമുക്കറിയാം ന്യൂമാറ്റിക് സിസ്റ്റം കൊണ്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ന്യൂമാറ്റിക് സിസ്റ്റം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ന്യൂമാറ്റിക് ചെയിൻസോ, എയർ സോഫ്റ്റ് വെപ്പൺസ്, അതേപോലെ തന്നെ ന്യൂമാറ്റിക് ഡ്രില്ല്. ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ വർക്കാക്കി മാറ്റിയിരുന്നത് എങ്ങനെയാണ്, ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്തിട്ടാണ്, ആ പ്രഷർ കൊണ്ടാണ് അതിനെ നമുക്ക് ഉപകാരപ്പെട്ട മെക്കാനിക്കൽ വർക്കാക്കി മാറ്റിയത്. എന്നാൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന് പകരം ഉപയോഗിക്കുന്നത് എയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ എയർ ഉപയോഗിച്ചാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തില് നമുക്ക് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്നത്. സാധാരണ എയർ അല്ല, കംപ്രസ്ഡ് എയർ. എയറിനെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ പ്രഷറൈസ് ചെയ്തെടുക്കുകയും അത് പ്രഷറൈസ് ചെയ്യുകയും ചെയ്തിട്ടാണ് മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം. ഇപ്പൊ ന്യൂമാറ്റിക് ഡെഫിനിഷൻ: ദ സ്റ്റഡി ഓഫ് ന്യൂമാറ്റിക്സ് ഡീൽ വിത്ത് ദ സിസ്റ്റം ഓപ്പറേഷൻ വിത്ത് എയർ ഓർ gaseous medium to impart power or to control power. അപ്പോൾ സ്റ്റഡി ഓഫ് ന്യൂമാറ്റിക്സ് ഡീൽസ് വിത്ത് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? ദ സിസ്റ്റം ഓഫ് ഓപ്പറേഷൻ വിത്ത് എയർ, സിസ്റ്റം ഓഫ് ഓപ്പറേഷൻ വിത്ത് എയർ, എയറിന്റെ ഓപ്പറേഷൻസ്, ഓർ ഗ്യാഷ്യസ് മീഡിയം ടു ഇമ്പാർട്ട് പവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്യാഷ്യസ് മീഡിയം എന്ത് ടു ഇമ്പാർട്ട് പവർ ഓർ കൺട്രോൾഡ് പവർ, പവറിനെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ പവർ ഇമ്പാർട്ട് ചെയ്യുകയും ചെയ്യാം. The term pneumatics is derived from the Greek word pneuma, meaning wind or breath. Pneumatic power is the power that transmitted by pressurized compressed air. Pneumatic power is the power transmitted. ഈ ന്യൂമാറ്റിക് പവർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് പ്രഷറൈസ്ഡ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിൽ നിന്നാണ് ന്യൂമാറ്റിക് പവർ ഉണ്ടാവുന്നത്. ഇപ്പൊ ആ ഒരു താഴെ കൊടുത്തിരിക്കുന്ന കാണാൻ നിങ്ങൾക്ക് നോർമൽ എയർ, അത് കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് കംപ്രസർ. ദെൻ കംപ്രസ്ഡ് എയർ, കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് കംപ്രസ്ഡ് എയർ ആവും. ദെൻ കൺട്രോൾ വാൽവ്, കൺട്രോൾ വാൽവ് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ, ഫ്ലോ, അതേപോലെ തന്നെ പ്രഷർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ വാൽവിലേക്ക് എത്തുന്നു. കൺട്രോൾ വാൽവിൽ നിന്ന് ആക്ച്വേറ്ററിലേക്ക് എത്തുന്നു.
അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. നോർമൽ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസറിലേക്ക് കടത്തി വിടുന്നു. കംപ്രസറിന്ന് കംപ്രസ്ഡ് എയർ ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഈ കംപ്രസ്ഡ് എയർ കൺട്രോൾ വാൽവിലേക്ക് എത്തുന്നു. കൺട്രോൾ വാൽവിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് തീരുമാനിക്കുന്നു. ആ ഡയറക്ഷനിൽ പോയിട്ട് ആക്ച്വേറ്ററിലേക്ക് എത്തുന്നു. ആക്ച്വേറ്റർ വർക്ക് ചെയ്യുന്നു. ആക്ച്വേറ്ററിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ വർക്കായിട്ട് മാറുന്നു. ഇതാണ് ഒരു സിമ്പിൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ വർക്കിംഗ്. കുറച്ച് ന്യൂമാറ്റിക് ആപ്ലിക്കേഷൻസ്, സം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എംപ്ലോയിങ് ന്യൂമാറ്റിക്സ് ആർ ലിസ്റ്റഡ് ബിലോ. ജനറൽ മെത്തേഡ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാമ്പിംഗ്, ഷിഫ്റ്റിംഗ്, പൊസിഷനിങ്, ഓറിയന്റിങ്, ബ്രാഞ്ചിങ് ഓഫ് മെറ്റീരിയൽ ഫ്ലോ, ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ജനറൽ ആപ്ലിക്കേഷൻ പാക്കിംഗ്, ഫില്ലിംഗ്, metering, locking, driving axles, door control, transfer of materials, turning and inverting of part. ഇങ്ങനെ നമുക്ക് ന്യൂമാറ്റിക്സിന്റെ വിവിധങ്ങളായ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം. എയർ ഈസ് അവൈലബിൾ ഇൻ ആൻ അൺലിമിറ്റഡ് സപ്ലൈ. നമുക്കറിയാം എയർ എന്ന് പറയുന്നത് തീർന്നു പോകുന്നില്ല, അൺലിമിറ്റഡ് സപ്ലൈ ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാം. കാരണം അത് അന്തരീക്ഷത്തിൽ അത്രയും ആയിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. കംപ്രസിബിലിറ്റി ഓഫ് എയറിനെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും കംപ്രസ് ചെയ്യാം. കംപ്രസ്ഡ് എയർ ക്യാൻ സ്റ്റോർ ആൻഡ് മൂവ് ത്രൂ ദ പൈപ്പ് ആൻഡ് ഹോസ്. കംപ്രസ്ഡ് എയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതേപോലെ തന്നെ മൂവ് ത്രൂ പൈപ്പ് ഓർ ഹോസിലൂടെയോ പൈപ്പിലൂടെയോ നമുക്ക് മൂവ് ചെയ്യിക്കാനും പറ്റും. ഈസിയർ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻ കോസ്റ്റ്, കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറവാണ്. എയർ ഈസ് നോൺ പൊല്യൂട്ടിംഗ് ആൻഡ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. എയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവരും തീർന്നു പോവാത്ത ടൈപ്പാണ്. ഹൈ ഓപ്പറേറ്റിംഗ് സ്പീഡ് ക്യാൻ ബി ജനറേറ്റഡ്. ഹൈ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഹൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ന്യൂമാറ്റിക് ഡിവൈസസ് ആർ കോമ്പാക്ട് ആൻഡ് ലൈറ്റ് ഇൻ വെയിറ്റ്. ന്യൂമാറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് കോമ്പാക്ട് ആണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ദീസ് ഡിവൈസസ് ഡു നോട്ട് ഓവർ ഹീറ്റ്. അത് ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് pneumatic system. There are some disadvantages are there, that are the energy required to compressed air is expensive. ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് എയർ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ എയറിനെ കംപ്രസ്ഡ് എയറാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുകയുള്ളൂ. അങ്ങനെ കംപ്രസ്ഡ് എയറാക്കി മാറ്റണമെങ്കിൽ ദ എനർജി റിക്വയർഡ് കംപ്രസ്ഡ് എയർ ഈസ് എക്സ്പെൻസീവ്. അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, കംപ്രസർ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ വർക്ക് ചെയ്യാനുമായിട്ടുള്ള എനർജി റിക്വയർമെന്റ് ഈസ് വെരി ഹൈ. The compressed air must be kept clean and moisture free. കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്യുന്നത് ക്ലീൻ ആയിട്ടും ആയിരിക്കണം, അതേപോലെ തന്നെ മോയ്സ്ചർ ഫ്രീ ആയിരിക്കണം. അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. ന്യൂമാറ്റിക് ഡിവൈസസ് കോസസ് നോയ്സ് ആൻഡ് ക്യാൻ സ്പ്രേ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ന്യൂമാറ്റിക് ഡിവൈസസ് സൗണ്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കും. Pneumatic devices are limited in the force they produce. Pneumatic devices are limited in the force they can produce. അതില് ന്യൂമാറ്റിക് ഡിവൈസസിനെ കൊണ്ടുള്ള ഫോഴ്സ് ലിമിറ്റഡ് ആണ്, അതുണ്ടാക്കുന്ന ഫോഴ്സ്. ദെൻ ബേസിക് ന്യൂമാറ്റിക് സിസ്റ്റം. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം ഇതിന്റെ ഒരു ബേസിക് സർക്യൂട്ട് നമുക്കറിയാം.
ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു? താഴെ ഒരു റിസർവോയർ, ആ റിസർവോയറിൽ നിന്ന് ഒരു പമ്പ്, ആ പമ്പിൽ നിന്ന് ഫിൽട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസർവോയർ, ഫിൽട്ടർ, ദെൻ പമ്പ്, ദെൻ അഗെയിൻ ഒരു ഫിൽട്ടർ, ഇങ്ങനെയും കൊടുക്കാറുണ്ട്. ദെൻ അവിടുന്ന് നേരെ വരുന്ന എങ്ങോട്ടാണ്? കൺട്രോൾ വാൽവിലേക്ക്. കൺട്രോൾ വാൽവിൽ നിന്ന് അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ റെഗുലേറ്റേഴ്സ് കൊടുക്കാം. കൺട്രോൾ വാൽവിൽ നിന്ന് ആക്ച്വേറ്റർ എന്ന് തിരിച്ച് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങോട്ട് വരും? കൺട്രോൾ വാൽവിലൂടെ വരും. കൺട്രോൾ വാൽവിലൂടെ തിരിച്ച് റിസർവോയറിലേക്ക് തന്നെ വരും. ഇതായിരുന്നു സർക്യൂട്ട്. എന്നാൽ ബേസിക് ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് എയർ, ദെൻ ഫിൽട്ടർ, ദെൻ ദ മെയിൻ കോമ്പണന്റ് ഈസ് കംപ്രസർ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് കംപ്രസർ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർകൂളർ. നെക്സ്റ്റ് ഈസ് ഇന്റർകൂളർ കാണാം. ദെൻ സ്റ്റോറേജ് റിസർവോയർ, കൺട്രോൾ വാൽവ്, ദെൻ ആക്ച്വേറ്റർ. നമുക്ക് ഈ കംപ്രസർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ, ഈ ഇവിടെ പ്രഷർ സെറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ്. ഇത്രയുമാണ് നമ്മുടെ ബേസിക് ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിൽട്ടർ, കംപ്രസർ, എയർ കൂളർ അല്ലെങ്കിൽ ഇന്റർമീഡിയേറ്റർ, സ്റ്റോറേജ് റിസർവോയർ, കൺട്രോൾ വാൽവ്, ആക്ച്വേറ്റർ, ഇലക്ട്രിക് മോട്ടോർ. ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ നമ്മൾ ഫിൽട്ടർ വഴി കംപ്രസറിലേക്ക് വലിച്ചെടുക്കും. എങ്ങനെയാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്? കംപ്രസറിൽ ഇത് നിങ്ങൾക്ക് കാണാം, 2 സിലിണ്ടർ ആണ്, ഇത് ഫിൻസ് ആണ്. അപ്പൊ ഈ കംപ്രസറിൽ ഒരു 2 സിലിണ്ടറിലും 2 പിസ്റ്റൺ ഉണ്ടായിരിക്കും. ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. എഞ്ചിനിലൊക്കെ ഉള്ളതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട്. അപ്പോൾ ഈ നമ്മുടെ പിസ്റ്റൺ സിലിണ്ടറിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ സിലിണ്ടറിന്റെ ഉള്ളിലൊരു വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും, നമുക്കറിയാം വാക്വം പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. സോ ദ എയർ ഈസ് ട്രാവൽഡ് ത്രൂ, അല്ലെങ്കിൽ എയർ ഈസ് സക്ക്ഡ് ത്രൂ ഫിൽട്ടർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ ടു സിലിണ്ടർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടറിലേക്ക് എയറിനെ സക്ക് ചെയ്തെടുക്കാൻ പറ്റും. സക്ക് ചെയ്ത് ഇതിലൂടെ, ഫിൽട്ടറിലൂടെ എയറിനെ സക്ക് ചെയ്ത് എടുക്കുകയും ഇതിലൂടെ എയറിനെ സക്ക് ചെയ്തെടുക്കുകയും ഈ എയർ സക്ക് ചെയ്തെടുക്കുകയും, ഇങ്ങനെ സക്ക് ചെയ്തെടുത്ത എയർ ഇത് രണ്ടിലൂടെയും വരും. ഇങ്ങനെ സക്ക് ചെയ്ത എയർ കംപ്ലീറ്റ് ആയിട്ട് കംപ്രസറിൽ ഫില്ലാവുകയും നെക്സ്റ്റ് പിസ്റ്റൺ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ എയറിനെ പ്രഷറൈസ് ചെയ്യുകയും, പിസ്റ്റൺ മുകളിലേക്ക് വരുമ്പോൾ ഈ എയർ എന്ത് ചെയ്യും? പ്രഷറൈസ്ഡ് ആവും. അങ്ങനെ ഈ എയർ എന്ത് ചെയ്യും? പ്രഷറൈസ്ഡ് ആയിട്ട് ഈ എയർ കൂളറിലേക്ക് പോകും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എയർ കൂളറിലേക്ക് പോകും. ഇങ്ങനെ എയർ കൂളറിന്റെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എയർ പ്രഷറൈസ് ആയി വരുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവും. പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും. അങ്ങനെ വരുന്ന ടെമ്പറേച്ചർ കൂടുന്ന എയറിനെ തണുപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്റർകൂളർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എയർ കൂളർ ഉപയോഗിക്കുന്നത്. അവിടെ പക്ഷെ പ്രഷർ കുറയുകയും ചെയ്യരുത്. പ്രഷർ കുറയാതെ ടെമ്പറേച്ചർ മാത്രം കുറച്ച് ഈ ഇന്റർകൂളറിൽ നിന്ന്
സ്റ്റോറേജ് ഡിവൈസിലേക്ക് എത്തും. ഈ സ്റ്റോറേജ് ഡിവൈസിലെത്തും. ഈ സ്റ്റോറേജ് ഡിവൈസിൽ എയറിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങളൊക്കെ പെട്രോൾ പമ്പിലൊക്കെ വണ്ടിയുടെ ടയറിന് കാറ്റടിക്കാൻ പോകാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ കാണാറുണ്ട് എയർ കൂളർ, കംപ്രസർ. അത് നമ്മുടെ തെർമൽ ലാബിലുണ്ട് കംപ്രസർ. അപ്പൊ ഈ കംപ്രസറിന്റെ താഴെ ഒരു വലിയൊരു ടാങ്ക് കാണാം നിങ്ങൾക്ക്. ആ ടാങ്കാണ് അതിന്റെ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കംപ്രസർ നമ്മുടെ ലാബിൽ കണ്ടിട്ടുണ്ടാവും. 2 സിലിണ്ടേഴ്സ്, ഫിൻസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സിലിണ്ടേഴ്സിന്റെ ആ ഫിൻസാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് എയർ വരികയും ആ എയർ കംപ്രസ്ഡ് ആവുകയും കംപ്രസ്ഡ് ആയിട്ട് നമ്മൾ ഇന്റർകൂളർ വഴി വരികയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും, അങ്ങനെ ടെമ്പറേച്ചർ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ കുറയാതെ ടെമ്പറേച്ചർ കുറച്ചിട്ട് നമ്മൾ ഈ എയർ നമ്മുടെ റിസർവോയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത്രയും നമ്മുടെ കംപ്രസർ തന്നെയാണ്. അത്രയും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്രസർ തന്നെയാണ്. നമുക്കിതിൽ ആകെ വരുന്നത് എന്താണ്? ഇങ്ങനെ കംപ്രസ്ഡ് എയറിനെ നമ്മൾ എങ്ങോട്ട് വിടുന്നു? നമ്മുടെ കൺട്രോൾ വാൽവിലേക്ക് വിടുന്നു. ഈ കൺട്രോൾ വാൽവിലെ ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൺട്രോൾ വാൽവ് ഡയറക്ഷനും ഫ്ലോയും ഒക്കെ വ്യത്യാസം വരും. അങ്ങനെ ഈ കൺട്രോൾ വാൽവ് നിന്ന് നമുക്ക് എങ്ങോട്ടാണ് ആക്ച്വേറ്ററിലേക്ക്, ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് മൂവ്മെന്റ്, ഇതിപ്പോ മുകളിലേക്കാണെങ്കിൽ നമ്മൾ അതിലൂടെ കൊടുക്കും, താഴേക്കാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തുകൂടെ ബി സൈഡിലൂടെ കൊടുക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ വർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിലെ മെക്കാനിക്കൽ വർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് എയറിനെ കംപ്രസ് ചെയ്ത് ആ കംപ്രസ്ഡ് എയറിനെ കൺട്രോൾ വാൽവിലേക്ക് വിട്ട് കൺട്രോൾ വാൽവ് തീരുമാനിക്കുന്ന പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ വർക്ക് കിട്ടുന്നു. ഇനി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഫ്ലൂയിഡിനെ തിരിച്ച് റിസർവോയറിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഇവിടെ നമ്മൾ എയറിനെ പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യാണ്. അപ്പൊ എയറിനെ പെട്ടെന്ന് അങ്ങനെ എക്സോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ സൈലൻസറുകളോ മഫ്ലറുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വിടാൻ പറ്റും. അപ്പൊ ആ ഒരു ഡിവൈസും കൂടി ഉണ്ടാവും. ദെൻ ഇവിടെ പ്രഷർ സ്വിച്ച് PSI എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഒരു പ്രഷർ അതിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കംപ്രസറിന്റെ ഓഫ് ആവുന്നത് കാണാം. പിന്നെ നമ്മള് ഇപ്പൊ പെട്രോൾ പമ്പിലൊക്കെ നമ്മള് ടയർ അടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കംപ്രസർ ഇങ്ങനെ ഓൺ ആവുന്നത് കാണാം, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്. അപ്പൊ നമ്മൾ കുറച്ച് എയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രഷർ ലിമിറ്റ് താഴേക്ക് വരികയും കംപ്രസർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയും ചെയ്യും. അങ്ങനെ ഓൺ ആവുമ്പോൾ അതിൽ കംപ്രസർ വർക്ക് ചെയ്യും. അങ്ങനെ കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രഷർ ലിമിറ്റ് എത്തും. ആ പ്രഷർ ലിമിറ്റ് എത്തുമ്പോൾ അത് തന്നാലെ ഓഫ് ആവും. അത്തരത്തിലുള്ള ഒരു പ്രഷർ സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു വലിയൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ കംപ്രസറിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും, റിസർവോയർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, റിസർവോയർ പൊട്ടിത്തെറിക്കും. അപ്പൊ അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, വർക്കിംഗ് ദ എയർ ഈസ് ഡ്രോൺ ഇൻ ടു അറ്റ്മോസ്ഫിയർ വയ ഫിൽട്ടർ. എയർ അറ്റ്മോസ്ഫിയർ നിന്ന് വലിച്ചെടുക്കുന്നു ഇതിലൂടെ, ഫിൽട്ടറിലൂടെ. റൈസ് ദ പ്രഷർ ബൈ എ കംപ്രസർ. അങ്ങനെ കംപ്രസറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഷറൈസ് ചെയ്യുന്നു. വെൻ ദ പ്രഷർ ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ അതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യും. ദെർഫോർ എയർ ഈസ് പാസസ് ടു ദ cooler and treatment plant for avoiding moisture and other foreign particles. അങ്ങനെ അത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കൂളറിലേക്ക് വിടുന്നു. ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഫോർ അവോയ്ഡിങ് മോയ്സ്ചർ അവോയ്ഡ് ചെയ്യണം. ആൻഡ് അതർ ഫോറിൻ പാർട്ടിക്കിൾസ്, അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്തെങ്കിലും വെക്കും. ഈ രണ്ട് സംഗതികൾ ഒഴിവാക്കാൻ, ഫോറിൻ പാർട്ടിക്കിൾസ് അതായത് പുറത്തുനിന്നുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി.
ദ കംപ്രസ്ഡ് എയർ ഈസ് സ്റ്റോർഡ് ഇൻ റിസർവോയർ. ഇങ്ങനെ അവിടെ നിന്നും വരുന്ന മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള, കംപ്രസ്ഡ് ആയിട്ടുള്ള, പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്ത എയർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസർവോയർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അക്കോർഡിംഗ് ടു ദ ലോഡ് കണ്ടീഷൻ എയർ പാസസ് ടു റിസർവോയർ ടു ആക്ച്വേറ്റർ ത്രൂ കൺട്രോൾ വാൽവ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ലോഡ് കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പൊ നല്ല ലോഡ് വേണമെന്നുണ്ടെങ്കിൽ, നല്ല വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എയർ വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ റിസർവോയറിന്ന് നമ്മൾ ആക്ച്വേറ്ററിലേക്ക് കൺട്രോൾ വാൽവിലൂടെ എയറിനെ സപ്ലൈ ചെയ്യിക്കുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് കിട്ടുന്നു. ദെൻ ദ കോമ്പണൻസ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം. എയർ ഫിൽട്ടർ പറഞ്ഞു, എയർ കംപ്രസർ പറഞ്ഞു, എയർ കൂളർ പറഞ്ഞു. എയർ കൂളറിന്റെ പണി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക, പ്രഷർ കുറയ്ക്കാതെ. സ്റ്റോറേജ് റിസർവോയർ, പ്രഷർ സ്വിച്ച്, എയർ ലൂബ്രിക്കേറ്റർ എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ വരുന്നുള്ളൂ. പ്രഷർ റെഗുലേറ്റർ സ്വിച്ച് ഞാൻ പറഞ്ഞു, റിസർവോയറിലെ പ്രഷർ കൂടുതൽ വരുമ്പോഴും കുറവ് വരുമ്പോഴും അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ട സ്വിച്ച്. കൺട്രോൾ വാൽവ്, ആക്ച്വേറ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ കൺട്രോൾ വാൽവുകൾ ഡിസ്കസ് ചെയ്താണ്. ചെറിയ മാറ്റങ്ങൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ആക്ച്വേറ്ററും കൺട്രോൾ വാൽവുകളും തമ്മിലുണ്ട്. FRL യൂണിറ്റ്, നമ്മൾ ഇനിയിപ്പോ ഫിൽട്ടർ, റെഗുലേറ്റർ, ലൂബ്രിക്കേറ്റർ, ഇത് മൂന്നും കൂടി വരുന്ന ഒരു യൂണിറ്റ് ആണ് FRL യൂണിറ്റ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഫിൽട്ടറിങ്ങും റെഗുലേറ്ററും ലൂബ്രിക്കേറ്ററും ആയിട്ടുള്ള യൂണിറ്റ് ആണ് FRL യൂണിറ്റ്. മഫ്ലർ ഞാൻ പറഞ്ഞു, നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എയറിനെ ഡയറക്റ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഫ്ലർ ഉപയോഗിക്കുന്നത്. എയർ ഫിൽട്ടർ. അപ്പൊ എയർ ഫിൽട്ടർ ഞാൻ പറഞ്ഞു, എയറിലുള്ള ഡസ്റ്റ്, അതേപോലെ തന്നെ ഫോറിൻ പാർട്ടിക്കിൾസ്, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എയർ ഫിൽട്ടർ. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ഒരു ഫിൽട്ടറിങ് എലമെന്റ് ആണ്. ആ ഫിൽട്ടറിങ് എലമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിൽട്ടറിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫിൽട്ടറിങ് ഓപ്പറേഷൻ നടത്തുന്നത്. ഒരു കാട്രിഡ്ജ് ആണ്. ഈ കാട്രിഡ്ജ്, ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഡ്രെയിൻ സ്ക്രൂ കാണാം. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവസാനം ഇതെല്ലാം കൂടി കണ്ടാമിനേറ്റ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മളത് അഴിച്ചിട്ട് നമുക്ക് ആ കണ്ടാമിനേഷൻസ് ഒക്കെ കളയാൻ കഴിയും. അതായത് ഫിൽട്ടറിൽ നിന്ന് വരുന്ന എയർ, ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ അത് താഴെ ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് കിടക്കും. ഈ കണ്ടൻസ് ചെയ്ത് കിടക്കുന്നത് നമ്മൾ അവസാനം ഡ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഫിൽട്ടർ എന്ന് പറയുന്നത്, ഈ ഫിൽട്ടറിലൂടെ എയർ കടന്നു പോകുമ്പോഴാണ് എയറിലെ ഫോറിൻ പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ മറ്റ് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കൺട്രോളായിട്ട്, ഫിൽട്ടറായിട്ട് മാറുന്നത്. അപ്പൊ ഇതില് ഈ ഒരു ഫിഗർ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എയർ വരുന്നത് ഇതിലൂടെയാണ്. എയർ വരുന്നത് ഇതിലൂടെയാണ്, കണ്ടോ? ഇതിലൂടെ വന്നിട്ട് എയർ എന്താ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഫിൽട്ടർ, ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ്, ഇതാണ് ഫിൽട്ടർ. അപ്പൊ ഇതിലൂടെ വന്നിട്ട് എയർ ഇങ്ങനെ അങ്ങോട്ട് കയറുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് കയറുന്ന സമയത്ത് അതേപോലെ തന്നെ കുറച്ച് എന്ത് ചെയ്യും, ഇതിലൂടെ ഇങ്ങോട്ട് കയറും. അപ്പൊ ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ ഫിൽട്ടറിലൂടെ കയറി ഇറങ്ങുകയാണ്. ഈ ഫിൽട്ടറിലൂടെ കയറി ഇറങ്ങുന്നതായിട്ട് ഇതിലൂടെ പുറത്തേക്ക് പോവാണ്, ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ആ ഫിൽട്ടറിലൂടെ കയറി ഇറങ്ങുന്ന സമയത്ത് ആ ഫിൽട്ടർ എന്ത് ചെയ്യുന്നു, നമ്മുടെ മോയ്സ്ചർ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ അറസ്റ്റ് ചെയ്യും, അതിനെ അവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള എയറിനെ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള എയറിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അകത്തേക്ക് അകത്തൂടെ കടത്തി വിടുന്നുള്ളൂ. ടു പ്രിവെന്റ് സോളിഡ് കണ്ടാമിനൻസ് ഇൻ ടു ദ സിസ്റ്റം, ടു കണ്ടൻസ് ആൻഡ് റിമൂവ് വാട്ടർ വേപ്പർ, ടു അറസ്റ്റ് ആന്റി സബ് മൈക്രോൺ പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു ഫിൽട്ടറിങ് എലമെന്റ് എത്ര മൈക്രോൺ പാർട്ടിക്കിൾസിനെ വരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് ആ ഒരു ഫിൽട്ടറിങ് എലമെന്റിന്റെ സവിശേഷതയായിരിക്കും. വർക്കിംഗ്.
The main component of the filter is cartridge. Cartridge ആണ് ഇതിന്റെ മെയിൻ കോമ്പണന്റ്, made up of sintered brass or other material with a random zigzag path. The flow which turn will ensure the arrest of solid particles in the cartridge passage. ആ കാട്രിഡ്ജ് പാസേജിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ സോളിഡ് പാർട്ടിക്കിൾസിന്റെ അറസ്റ്റ് എൻഷുർ ചെയ്യുന്നത്. ദ വാട്ടർ വേപ്പർ വിൽ കണ്ടൻസേറ്റ് ഇൻ ദ ഇൻസൈഡ് ഓഫ് ഫിൽട്ടർ ആൻഡ് കളക്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഫിൽട്ടർ ബൗൾ. ഇപ്പൊ വാട്ടർ വേപ്പർ കണ്ടാമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് ഇൻസൈഡ് തന്നെ ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ബോട്ടമുള്ള ഫിൽട്ടർ ബൗൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കളയുന്നു. The next is air compressor. A air compressor is most common industrial energy supply unit to convert mechanical energy into fluid energy. It is the designed to take at atmospheric pressure and deliver the received air to closed system with a certain volumetric flow rate at a high pressure. നിങ്ങൾ ഇവിടെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, എയറിനെയും കൂടി ഉൾപ്പെടെയാണ് ഫ്ലൂയിഡ് എന്ന് പറയാം. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോളിക്സ് പ്ലസ് എയർ, ഗ്യാഷ്യസ് മീഡിയം എല്ലാത്തിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയാം. അതിലെ ഹൈഡ്രോളിക്സും ന്യൂമാറ്റിക്സും അങ്ങനെയാണ് ഫ്ലൂയിഡ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ടും വരും. അപ്പൊ അങ്ങനെ ഫ്ലൂയിഡിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം, പ്രത്യേകിച്ചും എയറിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എയറിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എയർ കംപ്രസർ. എയർ കംപ്രസർ ഇറ്റ് ടേക്സ്, എയർ കംപ്രസറിന്റെ പടം നിങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർ കംപ്രസറിലെ ഇതാണ് റിസർവോയർ, ദെൻ ഇതാണ് നമ്മുടെ പിസ്റ്റൺ, അതിലെ ഫിൻസ് ആണ് പുറത്ത് കാണുന്നത്. അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടോർ. ഇവിടെ നിന്നാണ് പ്രഷറൈസ് ചെയ്തിട്ടുള്ള എയറിനെ നമ്മൾ റിസർവോയറിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഹോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ റിസർവോയറിൽ എത്രയുണ്ട് പ്രഷർ എന്നറിയാൻ വേണ്ടി ഒരു പ്രഷർ ഗേജ് പുറത്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ഡ്രെയിൻ പ്ലഗ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് എയർ സപ്ലൈ എടുക്കുന്നത്. അതായത് നമ്മൾ കൺട്രോൾ വാൽവിലേക്കുള്ള എയർ സപ്ലൈ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇറ്റ് ടേക്സ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ, കംപ്രസ് ദ എയർ, ഓൾസോ ഇൻക്രീസസ് ദ എയർ പ്രഷർ. നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ട്രാൻസ്ഫർ ദ കംപ്രസ്ഡ് എയർ ഇൻ ടു എയർ റിസർവോയർ. അങ്ങനെ എയർ റിസർവോയറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ റിസർവോയർ ഇത് ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ. ഇത് ഒരു ടൈപ്പ് ഓഫ് റിസർവോയർ ആണ്. എ റിസർവോയർ ഈസ് എ കോൺഫിഗറേഡ് ഡൗൺ സ്ട്രീം, താഴെയാണ് ഉണ്ടാവുക, ഓഫ് ദ കംപ്രസർ ടു ദ സ്റ്റെബിലൈസ്ഡ് കംപ്രസ്ഡ് എയർ. റിസർവോയർ എപ്പോഴും താഴെയാണ് കംപ്രസറിന് ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെബിലൈസ്ഡ് കംപ്രസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ റിസർവോയർ കോമ്പൻസേറ്റ് ദ പ്രഷർ ഫ്ലക്ച്വേഷൻസ് വെൻ ദ കംപ്രസ്ഡ് എയർ ഈസ് ടേക്കൺ ഫ്രം ദ സിസ്റ്റം. ഈ റിസർവോയറിലാണ് ഒരു സ്റ്റോർ ചെയ്ത് വെച്ച കാരണം നമുക്ക് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയർ സപ്ലൈ ചെയ്യാൻ പറ്റും. If the pressure in the reservoir drops below a certain value, the compressor will compensate until the set to higher value reached. റിസർവോയറിൽ നിന്ന് ഒരു പ്രഷർ ഡ്രോപ്പ് നമ്മൾ ഒരു സെറ്റ് ചെയ്ത് വെച്ച ലെവലിൽ കുറവ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കംപ്രസർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഓൺ ആവുകയും ആ ലെവലിലേക്ക് എത്താൻ വേണ്ട എയർ എത്രയാണോ ആ എയർ സപ്ലൈ ചെയ്യുകയും ചെയ്യും. This has the advantage that the compressor does not need to operate continuously. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയും
അതിൽ കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഫിഗറാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ കംപ്രസറിൽ നിന്ന് നേരെ റിസർവോയറിലേക്ക്, റിസർവോയറിൽ നിന്ന് നേരെ നമ്മുടെ കൺട്രോൾ വാൽവിലേക്ക്. അതിൻ്റെ ഇടയിൽ പ്രഷർ ഗേജുകളുണ്ട്. പ്രഷർ ഗേജ്, ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്. അതേപോലെ തന്നെ പ്രഷർ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്. ദെൻ പുറത്തേക്ക് പോകുന്ന ഒരു ഷട്ട് ഓഫ് വാൽവ്. അവിടെ നമ്മൾ പുറത്തേക്ക് പോകണോ വേണ്ട അടയ്ക്കുക ഒക്കെ ചെയ്യാൻ പറ്റും. താഴെ ഒരു ഡ്രെയിൻ പ്ലഗ്. അപ്പൊ ഇത് ഒരു റിസർവോയറിന്റെ ഒരു ഫിഗറാണ്. ഇത് ഓർത്തിരിക്കുക. ദെൻ ന്യൂമാറ്റിക് കോമ്പണൻസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എൻ്റെ ഒരു വീഡിയോയിൽ ന്യൂമാറ്റിക് കോമ്പണൻസുകളെ കുറിച്ച് നമ്മൾ പ്രഷർ റെഗുലേറ്ററുകൾ ഇതും കൂടി ഡിസ്കസ് ചെയ്യാം. പ്രഷർ റെഗുലേറ്റർ ടു റെഡ്യൂസ് ദ എയർ സപ്ലൈ. പ്രഷർ റെഗുലേറ്ററിന്റെ പണി റെഡ്യൂസ് ദി എയർ സപ്ലൈ ടു കീപ് ദ ഔട്ട്ലെറ്റ് പ്രഷർ കോൺസ്റ്റന്റ് ഈവൻ ഇഫ് ഔട്ട്ലെറ്റ് എയർ സപ്ലൈ ഫ്ലക്ച്വേറ്റ്. ദി ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻലെറ്റ് പ്രഷർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി ഔട്ട്ലെറ്റ് പ്രഷർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ആക്ച്വേറ്ററിന്റെ ഇൻപുട്ട് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്പുട്ട് പ്രഷറിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. പ്രഷർ റെഗുലേറ്റേഴ്സ് ഇതെടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ പ്രഷർ റെഗുലേറ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം.